ഹായ്, ഫിക്സ്റ്റെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇന്ന് ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ DC പവർ സപ്ലൈ 3005 PM എന്ന് പറഞ്ഞ ഒരു പുതിയ മോഡലാണ്. അപ്പോൾ നമ്മൾ DC പവർ സപ്ലൈ തന്നെ ഒരു കിടിലൻ മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്താക്കാം നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ സുഗോണിൻ്റെ 3005 PM എന്ന് പറഞ്ഞ DC പവർ സപ്ലൈ നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വരുന്നത് പറഞ്ഞാൽ ഒരു പവർ കോഡ്, AC പവർ കോഡാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യേണ്ട എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് വെച്ചാൽ ഈ അടിഭാഗത്ത് കാണുന്ന ഒരു വൈറ്റ് കളറാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ എന്തായിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതെന്ന് പറയാൻ ഇതിലൊരു 3 ഡിസ്പ്ലേസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, 3 ഡിജിറ്റൽ ഡിസ്പ്ലേസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചാനൽസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതേപോലെ കൺട്രോളിംഗ് ബട്ടൺ, ഒരു 6 പോർട്ട് USB അഡാപ്റ്ററിംഗ് പോർട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 5 വോൾട്ടിൻ്റെ ഒരു 2 അഡാപ്റ്ററിംഗ് പോർട്ട്സ്, പിന്നെ നമ്മളെ ഔട്ട്പുട്ട് ബൂട്ട് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും, പിന്നെ 2 കൺട്രോളിംഗ് ബട്ടൺസ്. പിന്നെ നമ്മൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 8.4 വോൾട്ടേജിലേക്കും അതേപോലെ തന്നെ 30 വോൾട്ടേജിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചിങ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും എന്താക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് പറഞ്ഞാൽ 3 ഡിസ്പ്ലേ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന DC പവർ സപ്ലൈസിൽ എന്ന് പറഞ്ഞാൽ ആകെ വരുന്നത് വോൾട്ടും അതേപോലെ തന്നെ ആംബിയർ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വന്നിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു DC പവർ സപ്ലൈയിൽ നമ്മൾക്ക് വാട്ട്സ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വോട്ട്സ് അതേപോലെ തന്നെ ആംബിയർ, വാട്ട്സ്, ഓക്കെ, ഈ 3 ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൺട്രോളിങ് ബട്ടൺസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. വോൾട്ടും അതേപോലത്തെ ആംബിയറും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബട്ടൺസ് യൂസ് ചെയ്തിട്ട് എന്താക്കാൻ പറ്റും, ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും എന്താക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ലോക്ക് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതിലൊരു 4 വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 വോൾട്ടേജ് ലോക്ക് ചെയ്യാം. നമ്മൾ കൂടുതലും ഷോപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈമിന് ആരെങ്കിലും വന്ന് ചിലപ്പോൾ തിരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ അറിയാണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതെന്താവും ചേഞ്ച് ആയി പോകും. ഓക്കെ, ഇതിൻ്റെ വോൾട്ടും കാര്യങ്ങളും ചേഞ്ച് ആയി പോകും. അപ്പോൾ മദർ ബോർഡും കാര്യങ്ങളൊക്കെ ഡാമേജ്, നമ്മൾ ഡയറക്റ്റ് എന്താ ചെയ്യുക ബൂട്ട് കേബിൾ എടുത്ത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ 4 വോൾട്ടേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇത് ലോക്ക് ആവും. ഇവിടെ ഒരു ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്കൊരു റെഡ് ലൈറ്റ് തെളിഞ്ഞായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളിത് അൺലോക്ക് ചെയ്യണമെങ്കിലും ഇതൊരു ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇത് അൺലോക്ക് ആവുന്നത്. അപ്പോൾ നമ്മളിത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ ബട്ടൺസ് ഒന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. പിന്നെ ഇതിൽ 4 വോൾട്ടിൽ എന്തായിരിക്കും, ഇത് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ആംബിയർ സെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണും കൂടി എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന് പുറമെ നമുക്ക് ഒരു 4 ബട്ടൺ എന്ന് പറഞ്ഞാൽ M1, M2, M3, M4. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചാനൽസ് സെറ്റ് ചെയ്ത് വെക്കാനുള്ളത്. ഇപ്പോൾ നമ്മളൊരു 4 വോൾട്ടേജിന് എന്താക്കി ചാനൽ സെറ്റ് ചെയ്ത് വെച്ച്, അതേപോലെ തന്നെ 3 വോൾട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്രയാണോ നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് അതിനകത്ത് നമുക്ക് എന്താക്കാം ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ റൊട്ടേറ്റർ യൂസ് ചെയ്തിട്ട് എന്താക്കണ്ട, കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്താക്കുക ഈ സ്വിച്ച് ബട്ടൺസ് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇതിൽ 3.8 വരുന്നുണ്ട്, അതേപോലെ തന്നെ 4.5 വരുന്നുണ്ട്, പിന്നെ 4 വോൾട്ടേജ്, പിന്നെ 5 വോൾട്ടേജ്, ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താക്കുക യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു 3 ബട്ടൺസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ 8.4 വോൾട്ടേജും അതേപോലെ തന്നെ 30 വോൾട്ടേജ്. നമുക്കിപ്പോൾ വലിയ ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഈ ഒരു ബട്ടൺ ഇങ്ങോട്ട് മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലേ ഇതിൽ നിന്നൊരു 30 വോൾട്ട് വരെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 8.4 വോൾട്ടേജ് വരെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു 6 പോർട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേജ് വരെയും കൺട്രോൾ 30 വോൾട്ടേജ് വരെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു
USB അഡാപ്റ്റിംഗ് പോർട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 6 പോർട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഓരോന്നിലും നമുക്ക് എന്താക്കാം USB കേബിൾസ് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു 30 വോൾട്ട് വരെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ഔട്ട്പുട്ട് സോഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. പിന്നെ നമ്മൾ സാധാ നോർമല് 5 വോൾട്ട് ടു 2 ആംപിയറും ഈ വരുന്ന ഒരു സാധാ നോർമൽ അഡാപ്റ്റിംഗ് പോർട്സ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പറഞ്ഞാൽ നമുക്ക് 2 ഔട്ട്പുട്ട് പോർട്സ്. ഇത് പറഞ്ഞാൽ നമ്മളെ എന്താണ് ബൂട്ട് കേബിൾസും കാര്യങ്ങളും കേബിൾസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷൻ ഔട്ട്പുട്ട് പോർട്സ് ആണ് എന്ത് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ലൈനും അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ലൈനും 2 ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ മിഷനിൽ വരുന്നത്. വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടും അതേപോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു പിന്നെ DC പവർ സപ്ലൈ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സുഗോൺ 3005 PM എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ട് നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഓൾ കേരള ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.